ഇനി നമുക്ക് സെക്കൻഡ് ഫിസിക്കൽ നേച്ചർ ഓഫ് മാറ്റർ നോക്കാം. നമ്മൾ പറഞ്ഞു 3 ഫിസിക്കൽ നേച്ചർ ഓഫ് മാറ്റർ ഉണ്ട്. അതിൽ ഫസ്റ്റ് വൺ മാറ്റർ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് പാർട്ടിക്കിൾസ്, സെക്കൻഡ് വൺ മാറ്റർ ക്യാൻ എക്സിസ്റ്റ് ഇൻ ഡിഫറെൻറ്റ് ഫോംസ്, തേർഡ് വൺ ദ സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ ആർ ഇൻ്റർ കൺവെർട്ടിബിൾ. നമുക്ക് സെക്കൻഡ് ഫിസിക്കൽ നേച്ചർ ഓഫ് മാറ്റർ എന്താണെന്ന് നോക്കാം. മാറ്റർ ക്യാൻ എക്സിസ്റ്റ് ഇൻ ഡിഫറെൻറ്റ് ഫോംസ്. 3 ഫോംസ് ആണ് ഇമ്പോർട്ടൻറ്റ്: സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്. അപ്പോൾ അതിൽ വരുന്ന പ്രോപ്പർട്ടീസിൽ അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെ ചേഞ്ചസ് ഉള്ളതെന്ന് നോക്കാം. സോളിഡ്സിൻ്റെയും ലിക്വിഡ്സിൻ്റെയും ഗ്യാസസിൻ്റെയും പ്രധാനമായിട്ട് 7 പ്രോപ്പർട്ടീസാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് വൺ അറേഞ്ച്മെൻറ്റ്, സെക്കൻഡ് വൺ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ പാർട്ടിക്കിൾസ്, തേർഡ് വൺ ഷേപ്പ്, ഫോർത്ത് ഡെൻസിറ്റി, ഫിഫ്ത്ത് റിജിഡിറ്റി, സിക്സ്ത് കംപ്രസിബിലിറ്റി ആൻഡ് സെവൻത്ത് ഫ്ലൂയിഡിറ്റി. ഇത് ഓരോന്നും സോളിഡിലും ലിക്വിഡിലും ഗ്യാസസിലും എങ്ങനെയാണ് ചേഞ്ച് വരുന്നതെന്ന് നോക്കാം. അറേഞ്ച്മെൻറ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോളിഡ്സിൽ പാർട്ടിക്കിൾസ് വളരെ അടുത്താണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്, ലിക്വിഡ്സിൽ കുറച്ച് സ്പേസ് ഉണ്ട്, ഗ്യാസസിൽ വളരെയധികം സ്പേസ് ഉണ്ട് പാർട്ടിക്കിൾസ് തമ്മിൽ. നമുക്ക് അറേഞ്ച്മെൻറ്റ് ഓഫ് പാർട്ടിക്കിൾസ് എന്നുള്ളത് എങ്ങനെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം? സോളിഡ്സിൽ നമ്മൾ പറഞ്ഞു അടുത്തടുത്തുള്ള പാർട്ടിക്കിൾസ് ദേ ആർ വെരി ക്ലോസ്ലി പാക്ഡ് അല്ലേ. ലിക്വിഡ്സ് ആണെങ്കിൽ ലെസ് ക്ലോസ്ലി പാക്ഡ്. ഗ്യാസസിൽ നമുക്ക് പറയാം ദ കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ് ആർ ഫാർ അപ്പാർട്ട്. ഈ അറേഞ്ച്മെൻറ്റ് കൊണ്ടാണ് ഈ പാർട്ടിക്കിൾസ്, ഈ സോളിഡ്സിനും ലിക്വിഡ്സിനും ഗ്യാസസിനും അവരെ പെർട്ടിക്കുലർ ഷേപ്പ് വരുന്നത്. അപ്പോൾ അറേഞ്ച്മെൻറ്റ് ഡയറക്ട്ലി റിലേറ്റഡ് ടു ഷേപ്പാണ്. നെക്സ്റ്റ്, ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ പാർട്ടിക്കിൾസ്. സോളിഡ്സിൽ പാർട്ടിക്കിൾസ് വളരെ അടുത്ത് ക്ലോസ്ലി പാക്ഡ് ആണെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ പാർട്ടിക്കിൾസ് വളരെ സ്ട്രോങ് ആയിരിക്കും. നേരെ മറിച്ച് ലിക്വിഡ്സിൽ ലെസ് സ്ട്രോങ് ആയിരിക്കും. ഗ്യാസസിൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ പാർട്ടിക്കിൾസ് വളരെ ദൂരെ ആയതുകൊണ്ട് തന്നെ പാർട്ടിക്കിൾസിൻ്റെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ നെഗ്ലിജിബിൾ ആണെന്ന് കൺസിഡർ ചെയ്യാം. നെക്സ്റ്റ് നമുക്ക് ഷേപ്പ് നോക്കാം. സോളിഡ്സിലെ പാർട്ടിക്കിൾസ് ഒക്കെ വളരെ ക്ലോസ് ആയിട്ടാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് അവർക്കൊരു പ്രത്യേക ഷേപ്പ് ഉണ്ടാവും അല്ലേ. ദേ ഹാവ് എ ഡെഫിനിറ്റ് ഷേപ്പ് എന്നാണ് നമ്മൾ സോളിഡ്സിൽ പറയുന്നത്. ലിക്വിഡ്സിലും ഗ്യാസസും സെയിം ആണ്. എന്താണ്? ലിക്വിഡ്സിൽ നമ്മൾ ഏത് കണ്ടെയ്നറിലാണോ ലിക്വിഡ് എടുത്തത് ആ കണ്ടെയ്നറിൻ്റെ ഷേപ്പായിരിക്കും ലിക്വിഡിന് ഉണ്ടാവുക. നമ്മളൊരു ബോട്ടിലെടുത്താൽ ലിക്വിഡിൻ്റെ ഷേപ്പ് ബോട്ടിലിൻ്റെ ഷേപ്പായിരിക്കും, ഗ്ലാസ്സിലെടുത്താൽ ഗ്ലാസിൻ്റെ ഷേപ്പായിരിക്കും, ഒരു ടംബ്ലറിലെടുത്താൽ ടംബ്ലറിൻ്റെ ഷേപ്പായിരിക്കും. അങ്ങനെ ഏതിലാണോ നമ്മൾ എടുക്കുന്നത് അതിൻ്റെ ഷേപ്പാണ് ലിക്വിഡ്സിനും ഗ്യാസസിനും ഉണ്ടാവുന്നത്. ഓക്കെ, സോ നമുക്ക് സോളിഡ്സ് നമുക്ക് പറയാം ദേ ഹാവ് എ ഡെഫിനിറ്റ് ഷേപ്പ്. Liquids do not have definite shape. Gases do not have definite shape. Next, density. Mass of particles in unit volume ആണ് ഡെൻസിറ്റി. അടുത്തടുത്ത് പാർട്ടിക്കിൾസ് അടങ്ങിയിട്ടുള്ളത് സോളിഡ്സിലാണ്. അതുകൊണ്ട് തന്നെ സോളിഡിനായിരിക്കും ഡെൻസിറ്റി കൂടുതൽ. ദെൻ അടുത്തടുത്ത് പാർട്ടിക്കിൾസ് ഉള്ളത് ലിക്വിഡ്സിലാണ്. അപ്പോൾ സെക്കൻഡ് ലിക്വിഡ് ആയിരിക്കും. ഏറ്റവും ലീസ്റ്റ് ഡെൻസിറ്റി ഉള്ളത് ഗ്യാസസാണ്. നെക്സ്റ്റ്, റിജിഡിറ്റി. റിജിഡിറ്റി എന്താണെന്ന് ചോദിച്ചാൽ അത് നമ്മൾ ഒരു സബ്സ്റ്റൻസിന് അതിൻ്റെ ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള കഴിവാണ് റിജിഡിറ്റി. സബ്സ്റ്റൻസിന് അതിൻ്റെ ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള കഴിവ്. എത്ര ഫോഴ്സ് അപ്ലൈ ചെയ്താലും അതിൻ്റെ ഷേപ്പ് അതിന് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയുന്നുണ്ടോ അതാണ് ആ സബ്സ്റ്റൻസിൻ്റെ റിജിഡിറ്റി. അത് ആ ഡെഫിനിഷൻ തന്നെ ക്ലിയർ ആണ്. ഏതിനായിരിക്കും ഏറ്റവും കൂടുതൽ ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയുന്നുണ്ടാവുക? സോളിഡ്സിനായിരിക്കും അല്ലേ. അതിന് ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയുക സോളിഡ്സിനാണ്. ദെൻ ലിക്വിഡ്സ് ഗ്യാസസ് നമുക്ക് റിജിഡാന്ന് പറയാനേ പറ്റില്ല. കാരണം അവിടെ പാർട്ടിക്കിൾസിൻ്റെ ഇടയിൽ സ്പേസ് ഉള്ളതുകൊണ്ട് ഫോഴ്സ് അപ്ലൈ ചെയ്താൽ ആ പാർട്ടിക്കിൾസ് കുറച്ചും കൂടി അടുത്തേക്ക് വരാൻ ശ്രമിക്കുകയുള്ളൂ. അപ്പോൾ ആ ഷേപ്പ് ഡീഫോം ചെയ്യും അല്ലേ. ഷേപ്പ് വേറൊരു ഷേപ്പായി മാറുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് റിജിഡിറ്റി എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതലുള്ളത് സോളിഡ്സിനാണ്. ബിക്കോസ് റിജിഡിറ്റീൻ്റെ ഡെഫിനിഷൻ എന്താണ്? It is the tendency of a substance to maintain its shape even when some external force acts on it. ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട് ചെയ്ത് കഴിഞ്ഞാലും അതിൻ്റെ ഷേപ്പ് ഒരു സബ്സ്റ്റൻസിന് അതിൻ്റെ ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് റിജിഡ്. സോളിഡ്സിൽ പാർട്ടിക്കിൾസ് വളരെ അടുത്താണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഏത് തരത്തിലുള്ള ഫോഴ്സ് അപ്ലൈ ചെയ്താലും അതിൻ്റെ ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഏറ്റവും കൂടുതൽ റിജിഡായിട്ടുള്ളത് സോളിഡാണ്. നെക്സ്റ്റ്, കംപ്രസിബിലിറ്റി. കംപ്രസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് പാർട്ടിക്കിൾസ് കംപ്രസ് ആവുന്നുണ്ടെങ്കിൽ അത് കംപ്രസിബിലിറ്റിയാണ്.
സോളിഡ്സിൽ പാർട്ടിക്കിൾസ് വളരെ അടുത്താണ്, അതുകൊണ്ട് അതിൻ്റെ കംപ്രസിബിലിറ്റി വളരെ കുറവായിരിക്കും. എന്ത് ഫോഴ്സ് അപ്ലൈ ചെയ്താലും അത് നമുക്ക് ഒരു ലിമിറ്റ് കൂടുതൽ കംപ്രസ് ചെയ്യാൻ കഴിയില്ല. ലിക്വിഡ്സിലാണെങ്കിലോ കംപ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പാർട്ടിക്കിൾസ് വളരെ അടുത്തേക്ക് വരികയാണ് ചെയ്യുക, അല്ലേ? ലിക്വിഡ്സിനെ കംപ്രസ് ചെയ്താൽ പാർട്ടിക്കിൾസ് കുറച്ചും കൂടി അടുത്തേക്ക് വരും. ഗ്യാസസിൻ്റെ ആണെങ്കിൽ പാർട്ടിക്കിൾസ് വളരെ ദൂരമാണ്, അപ്പോൾ കംപ്രസിബിലിറ്റി കുറേ അധികം നമുക്ക് കംപ്രസ് ചെയ്യാൻ പറ്റുന്നത് ഒരു ഗ്യാസിനെ ആയിരിക്കും കമ്പയർഡ് ടു ലിക്വിഡ്സ് ഓർ സോളിഡ്സ്. ഡെഫിനേഷനാണ്, നമ്മളൊരു എക്സ്റ്റേണൽ ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പാർട്ടിക്കിൾസ് എത്ര ക്ലോസ് ആയിട്ട് വരുന്നു അതിനെയാണ് കംപ്രസിബിലിറ്റി എന്ന് പറയാം. ലെസ് കംപ്രസിബിലിറ്റി സോളിഡ്സിൽ, ലിക്വിഡ്സിൽ ഒരു മീഡിയം കംപ്രസിബിലിറ്റിയാണ്, ഗ്യാസസ് ഹാവ് ഹൈ കംപ്രസിബിലിറ്റി. നെക്സ്റ്റ് ഫ്ലൂയിഡിറ്റി. എന്താണ് ഫ്ലൂയിഡിറ്റി? ദ എബിലിറ്റി ടു ഫ്ലോ, അതാണ് ഫ്ലൂയിഡിറ്റി. ഏതിനാണോ ഫ്ലോ ചെയ്യാൻ കഴിയുന്നത് അതിന് നമ്മളൊരു ഫ്ലൂയിഡ് എന്ന് പറയും. ഇവിടെ നമുക്കറിയാം സോളിഡ്സ് ഒരിക്കലും ഫ്ലോ ചെയ്യുന്നതല്ല, അതുകൊണ്ട് സോളിഡിൻ്റെ ഫ്ലൂയിഡിറ്റി ഇല്ല, ഇറ്റ് കനോട്ട് ഫ്ലോ, അല്ലേ? നേരെ മറിച്ച് ലിക്വിഡ്സ് ആയാലും ഗ്യാസസ് ആയാലും അത് ഫ്ലോ ചെയ്യുന്നതാണ്. ലിക്വിഡ്സ് നമുക്ക് പാർട്ടിക്കിൾസ് സ്പേസ് ഉള്ളതുകൊണ്ട് ലിക്വിഡ്സ് ഫ്ലോ ചെയ്യും, നമുക്കൊരു കണ്ടെയ്നറിന് വേറെ കണ്ടെയ്നറിലേക്ക് മാറ്റാം. ഗ്യാസസും ഫ്ലോ ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഇതെവിടെ ഫ്ലൂയിഡ് ക്യാരക്ടർ ഉള്ളത് ലിക്വിഡ്സിനും ഗ്യാസസിനുമാണ്. സോളിഡ്സ് കനോട്ട് ഫ്ലോ. അപ്പോൾ ഇത്രയാണ് സോളിഡ്സ്, ലിക്വിഡ്സ്, ഗ്യാസസിൻ്റെയൊക്കെ ജനറൽ പ്രോപ്പർട്ടീസ്. ഈ പ്രോപ്പർട്ടീസ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതിലുള്ള കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ മിക്കവാറും പോയിന്റ്സ് ഡിസ്കസ് ചെയ്യുന്നതും. ഇതിൽ ഗീവ് റീസൺസ് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻസ് വരുന്നത് ഈ ഏരിയയിൽ നിന്നാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഈ പറഞ്ഞ കാര്യങ്ങളൊരു ബേസിക് ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഏത് ഗീവ് റീസൺ എന്നാലും ആൻസർ ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും. നമ്മൾ പറഞ്ഞു കംപ്രസിബിലിറ്റി ഓഫ് ഗ്യാസസ് വളരെ ഹൈ ആണെന്ന്. ഈ പോയിന്റ് വെച്ചിട്ട് ടെക്സ്റ്റ് ബുക്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതുകൂടി ഇതിൻ്റെ കൂടെ ഒന്ന് ഡിസ്കസ് ചെയ്യാം. ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ്, അല്ലേ? നമ്മുടെ വീട്ടിലൊക്കെ കുക്കിങ്ങിന് നമ്മൾ യൂസ് ചെയ്യുന്ന ഗ്യാസ്, അല്ലെങ്കിൽ ഓക്സിജൻ ഹോസ്പിറ്റലിലൊക്കെ സപ്ലൈ ചെയ്യുന്ന ഓക്സിജൻ സിലിണ്ടേഴ്സ്, ഇതെല്ലാം കംപ്രസ്ഡ് ഗ്യാസസ് ആണ്. ഗ്യാസസ് എന്ന് പറഞ്ഞാൽ അവരെ പാർട്ടിക്കിൾസ് വളരെ ദൂരെയാണ് അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക. നമുക്ക് ഗ്യാസസിനെ ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം. നമ്മൾ ഈ ഗ്യാസസിൻ്റെ മുകളിൽ പ്രഷർ അപ്ലൈ ചെയ്യാമെന്ന് വിചാരിക്കാം. നന്നായി പ്രഷർ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇതാദ്യം ഗ്യാസ് ആയിരുന്നു, അല്ലേ? ഈ ഗ്യാസസിൻ്റെ പാർട്ടിക്കിൾസ് ആയിരുന്നു ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. പ്രഷർ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഈ പാർട്ടിക്കിൾസ് കുറച്ചുകൂടി അടുത്ത് വരും. അത് നമുക്ക് എങ്ങനെ വരച്ച് കാണിക്കാം? ഫസ്റ്റ് കേസിൽ പാർട്ടിക്കിൾസ് വളരെ ദൂരമായിരുന്നു. നന്നായി പ്രഷർ അപ്ലൈ ചെയ്യുമ്പോൾ പാർട്ടിക്കിൾസ് അടുത്ത് വരും. ഇതൊരു ഗ്യാഷ്യസ് സ്റ്റേറ്റ് ആണ്. ഇത് ഗ്യാഷ്യസ് സ്റ്റേറ്റ് ആണോ? അല്ല. കാരണം പാർട്ടിക്കിൾസ് കുറച്ചും കൂടി പറയുക ലിക്വിഡ് സ്റ്റേറ്റ് എന്നാണ്. ഇങ്ങനെയാണ് ഗ്യാസസിനെ ലിക്വിഡ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. ഗ്യാസസിൽ പ്രഷർ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അവർ ലിക്വിഡ്സായി മാറും. അതാണ് ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് അല്ലെങ്കിൽ കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ സിലിണ്ടേഴ്സിൽ അവൈലബിൾ ആക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഒരു ഗ്യാസിനെ ലിക്വിഡ് ആക്കാൻ പറ്റുക? ബൈ അപ്ലൈയിങ് പ്രഷർ, സോ ദാറ്റ് അത് ട്രാൻസ്പോർട്ട് ചെയ്യാൻ ഈസിയാണ്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ഹൈ കംപ്രസിബിലിറ്റി എന്നുള്ളൊരു പ്രോപ്പർട്ടി ഉള്ളത് കൊണ്ട് ലാർജ് വോളിയൂംസ് ഓഫ് ഗ്യാസ് ക്യാൻ ബി കംപ്രസ്ഡ് ടു സ്മോൾ സിലിണ്ടേഴ്സ് ആൻഡ് ക്യാൻ ബി ട്രാൻസ്പോർട്ടഡ് വെരി ഈസിലി. വലിയ ലാർജ് വോളിയുള്ള ഗ്യാസസിനെ കംപ്രസ് ചെയ്തിട്ട് ചെറിയ സിലിണ്ടേഴ്സിലാക്കിയിട്ട് ട്രാൻസ്പോർട്ട് ചെയ്യാൻ ഈസിയാണ്. ഇനി മറ്റൊരു കാര്യം കൂടി ഇതിനോട് ചേർത്ത് പഠിക്കാനുണ്ട്. ഗ്യാസസിൽ പാർട്ടിക്കിൾസ് ഇങ്ങനെ വളരെ ദൂരെയായിരിക്കുമല്ലോ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക. അറേഞ്ച് ചെയ്തിരിക്കുന്ന സമയത്ത് ഈ പാർട്ടിക്കിൾസ്, ഗ്യാസ് പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ ഏതൊരു പാർട്ടിക്കിൾ, സോളിഡ് ആണെങ്കിലും ലിക്വിഡ് ആണെങ്കിലും ഗ്യാസ് ആണെങ്കിലും, പാർട്ടിക്കിൾസ് എപ്പോഴും ഒരു സ്റ്റേറ്റ് ഓഫ് വൈബ്രേഷനിലാണ്. അവരൊരു റീസൺ കിട്ടാൻ കാത്തുക്കാണ് പെട്ടെന്ന് തന്നെ എസ്കേപ്പ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് മറ്റുള്ളത്. പക്ഷേ സോളിഡ്സിൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കൂടുതലായതുകൊണ്ട് അവിടെ പാർട്ടിക്കിൾസ് നല്ല സ്ട്രോങ്ലി ഹെൽഡാണ്. അതുകൊണ്ട് ഈ റാൻഡം മൂവ്മെൻറ്റ് ഉള്ളതുകൊണ്ട് ഈ പാർട്ടിക്കിൾസ് എന്ത് ചെയ്യും? ഈ കണ്ടെയ്നർ, ഇതൊരു കണ്ടെയ്നർ ആണെങ്കിൽ അതിൻ്റെ വാൾസിലൊക്കെ വന്ന് ഹിറ്റ് ചെയ്യും. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഹിറ്റ് ചെയ്യുന്നുണ്ട്, അല്ലേ? ഈ മൂവ്മെൻറ്റിൻ്റെ റാൻഡം മൂവ്മെൻറ്റാണ് ഗ്യാസസിലുള്ളത്. അപ്പോൾ ഈ മൂവ്മെൻറ്റിൻ്റെ ഇടയിൽ ഈ പാർട്ടിക്കിൾസ് സിലിണ്ടേഴ്സിൻ്റെ കോർണേഴ്സിൽ വന്ന് ഹിറ്റ് ചെയ്യും, പിന്നെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഹിറ്റ് ചെയ്യും. അപ്പോൾ ഈ ഹിറ്റിംഗ് ഇഫക്റ്റാണ് നമ്മളൊരു പ്രഷറായിട്ട് ഫീൽ ചെയ്യുന്നത്. ഗ്യാസ് സിലിണ്ടേഴ്സൊക്കെ അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഈ സോഡ ബോട്ടിലൊക്കെ തുറക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ഒരു റിലീസ് ഓഫ് ഗ്യാസിൻ്റെ ഒരു ശബ്ദം പുറത്തേക്ക് വരുന്നത്. അപ്പോൾ ഈ ഗ്യാസ് മോളിക്യൂൾസ് അതിൻ്റെ ഉള്ളിൽ ഉണ്ടാക്കുന്ന ഈ റാൻഡം മൂവ്മെൻറ്റ് കൊണ്ടും ഹിറ്റിംഗ് ഇഫക്റ്റ് കൊണ്ടും അവിടെ ഒരു പ്രഷർ ഫോം ചെയ്യുന്നുണ്ട്. ആ പ്രഷറാണ് പുറത്തേക്ക് റിലീസാവുന്നത്. അപ്പോൾ എന്താണ് ഈ പ്രഷർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
It is the force exerted by gas particles per unit area on the walls of the container. അതാണ് pressure inside the gas cylinder.